ആക്രമണം നടത്തി അമേരിക്ക ബന്ദികളാക്കിയ പ്രസിഡന്റ് മദൂറോയെയും ഭാര്യയും ന്യൂയോർക്കിലെത്തിച്ചു. അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ചോദ്യം ചെയ്യും. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ്. എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും US പ്രസിഡന്റ്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ലോകരാഷ്ട്രങ്ങൾ. പല രാജ്യങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യയും. വെനസ്വേലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അതീവ ജാഗ്രത പാലിക്കാനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അമേരിക്കൻ സൈനിക നടപടിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യ. ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന ആവശ്യം. മദീനയ്ക്കടുത്ത് വാഹനാപകടം. മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചു. ജീവൻ നഷ്ടമായത് മലപ്പുറം മഞ്ചേരി നടുവളത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവർക്ക്. ജലീലിന്റെ മക്കളായ നൂറ, ആയിഷ, ഫാത്തിമ എന്നിവർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മദീന സന്ദർശിക്കാൻ പോയ കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ അപ്പീൽ നൽകാൻ ആന്റണി രാജു MLA. വിധിപ്പകർപ്പ് വരുന്നതോടെ MLA സ്ഥാനത്ത് നിന്ന് നീക്കി വിജ്ഞാപനമിറക്കും. അയോഗ്യത ഉത്തരവിറങ്ങും മുൻപ് രാജിക്ക് നീക്കം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കാൻ കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല ലക്ഷ്യ. 2026 വയനാട്ടിൽ തുടക്കം. സ്ഥാനാർത്ഥി നിർണയവും പ്രകടന പത്രികയും സർക്കാരിനെതിരെ ഉയർത്തിക്കാട്ടേണ്ട വിഷയങ്ങളും ചർച്ചയാകും. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ നിർണായക നീക്കം. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര നീക്കമെന്ന് ആരോപണം. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനം തള്ളി ധനമന്ത്രി. രാജ്യമേറെ മോശപ്പെട്ട അവസ്ഥയിലൂടെയെന്നും അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ.